എയ്മൻ ടിവി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ ടിവി നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള. ഹിതം മാനവരാശിയിൽ എന്താണ് എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് തന്നെ നാം വാസ്തവമായിട്ട് ഗ്രഹിക്കേണ്ടിയിരിക്കും. ഈ മനോഹരമായിട്ടുള്ള ഭൂമിയെ ദൈവം സൃഷ്ടിച്ച് ഇതിൽ മനുഷ്യവർഗം, മാൻകൈൻഡ് എന്നുള്ള ഒരു സൃഷ്ടിയെ ദൈവം എന്തിനാണ് ആക്കിയിരിക്കുന്നത്? ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, പ്രത്യേകിച്ച് എൻ്റെ 1-2 അധ്യായങ്ങളിൽ മനുഷ്യ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും അധ്യായങ്ങൾ നമ്മൾ വായിച്ചു വിടും, എന്നാൽ അതിൽ ദൈവത്തിൻ്റെ ഹിതം മനുഷ്യൽ എന്താണ് എന്നുള്ളത് മറഞ്ഞു കിടപ്പുണ്ട്. അത് ആത്മാവിൽ നമുക്കത് വെളിപ്പെടുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു ലക്ഷ്യബോധം, ദൈവഹിതപ്രകാരമുള്ള ഒരു ലക്ഷ്യബോധം നമുക്ക് ലഭിക്കുന്നു. ഈ പഠനം ജീവിക്കുന്ന ഒരുവൻ ആരാ നിയന്ത്രിക്കുന്നത്? പാപം വാഴുകയാണ് നമ്മുടെ ഉള്ളിൽ വാഴുകയാണ്. നമ്മൾ ഹെൽപ്ലെസ്, നമ്മൾ അധീനരാണ്. ആ പാപം നമ്മളെ ബദ്ധരാക്കുകയാണ്. അത് നമ്മളെ പാപം ചെയ്യാൻ വലിച്ചുകൊണ്ട് പോകുകയാണ്, അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ മുഴുവൻ ഡിഫൈൽ ചെയ്യുകയാണ്, അശുദ്ധമാക്കുകയാണ്. എന്തൊരു പവറാ അല്ലേ നമ്മളിൽ വസിക്കുന്ന പാപം. എൻ്റെ മറുഭാഗത്ത് ബുദ്ധിയുടെ ഒരു പ്രമാണം, മനസാക്ഷി എന്ന് പറയുന്നത് പാവം, ഇല്ലേ? പൂവർ മനസാക്ഷി. അതിന് വല്ല ശക്തിയും ഉണ്ടോ? ഒരു ശക്തി അല്ലേ? ഒരു പാവം നമ്മൾ നിരന്തരം ചെയ്തു കഴിഞ്ഞാൽ മനസാക്ഷി തേഞ്ഞു മാഞ്ഞു പോയി, ആ ഭാഗം പോയി, അല്ലേ? കാരണം എന്താ? അത് പോയി. ആരംഭ സമയത്തൊക്കെ മനസാക്ഷി നമ്മോട് പറയും തെറ്റാണ്. പക്ഷേ ഒരു പാപം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ പിന്നെ മനസാക്ഷിക്ക് യാതൊരു നമ്മോട് സംസാരിക്കുക പോലുമില്ല, അല്ലേ? അപ്പോൾ നമുക്ക് വേറൊരു പ്രമാണം ആവശ്യം. ബുദ്ധി കൊണ്ട് ദൈവത്തെ സേവിക്കുകയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്ന ജീവിതം റൈറ്റ് ലിവിങ് അല്ല. നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ക്രിസ്തുവിന് അനുരൂപികൾ, ആ യാത്ര നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല, അതിലെത്തിച്ചേരുവാനായിട്ട് സാധ്യമല്ല, അല്ലേ? നമ്മൾ യോഗത്തിന് പോകുന്നുണ്ട്, കൂട്ടത്തിന് പോകുന്നുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്, ട്രാക്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും, പ്രസംഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ബുദ്ധിയുടെ പ്രമാണത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ there is no power. നമ്മുടെ ജീവിതത്തിലും ശക്തി ഇല്ല, മറ്റുള്ളവർക്കും നമുക്ക് ആ ശക്തി പകർന്നു കൊടുക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ സമയം കഴിയുമ്പോൾ ബുദ്ധിയുടെ പ്രമാണത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബൈബിൾ വായിക്കുന്നു, സ്തോത്രം. ബുദ്ധിയുടെ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നു, ബുദ്ധിയുടെ പ്രമാണത്തിൽ യോഗത്തിന് പോകുന്നു, ബുദ്ധിയുടെ പ്രമാണത്തിൽ ചില താൻ്റെ വേലയൊക്കെ ചെയ്യുന്നു. അത് നിലനിൽക്കുന്നതല്ല, അതിന് ഇറ്റേണൽ ഇഫക്റ്റ് ഇല്ല. അത് അല്പസമയം ചെയ്യുന്നവർ, ചിലതൊന്നും ചെയ്യുന്നേ ഇല്ല. ഞായറാഴ്ച യോഗത്തിന് വന്നെന്നിരിക്കും, വേദോസം വായിച്ചെന്നിരിക്കും, അങ്ങനൊരു വലിയ കൂട്ടമാണ്. അപ്പോൾ അവർ ഫുൾ ടൈമായിട്ട് പാപത്തിൻ്റെ പ്രമാണത്തെ സേവിക്കുക, അല്ലേ? നമ്മുടെ അഹംഭാവം അത് നമ്മളൊന്നും കാണിക്കേണ്ട, നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. ആരും കാണുകയില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ കൂടെ ചിന്ത പോകുന്നത് എന്താ? ഐ ആം സംതിങ്, അല്ലേ? ഇപ്പം നമ്മളെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിച്ചില്ലെങ്കിൽ എന്ത് സംഭവിച്ചു? വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്റ്റ് മറ്റൊരു പാസ്റ്റ് അടിക്കാനായിട്ട് വരുന്നത് കണ്ടു. ഞങ്ങൾ ഒരു സിറ്റി വൈഡ് പ്രെയർ മീറ്റിങ്ങിൽ. അപ്പോൾ പുള്ളി ശുശ്രൂഷ എന്നല്ല, എന്നാൽ ഇവിടുന്ന് പാസ്റ്റർഷിപ്പ് ഒരു ഓർഡിനേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാസ്റ്റർ, ഇത് നടത്തുന്ന പാസ്റ്റർ അവസാനം പറഞ്ഞു,
ബ്രദർ സോ ആൻഡ് സോ പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതായിരിക്കും. പുള്ളി വന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ട്. ആശീർവാദം പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റേ പാസ്റ്ററുടെ യോഗം നടന്ന പാസ്റ്റർ തിരിഞ്ഞു പറഞ്ഞു, പാസ്റ്റർ എന്നെ ബ്രദർ എന്ന് വിളിക്കാനായിട്ട് എന്നെ എന്തിനാ ബ്രദർ എന്ന് വിളിച്ചു? എന്തായിരുന്നു വിളിക്കേണ്ടത്? പാസ്റ്ററുള്ള മിസ്. ഇവിടെ രണ്ടുപേരും കൂടെ ഏനോ. അപ്പം അദ്ദേഹം എന്നൊരു കാരണം പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇങ്ങനെ സ്തോത്രം അവരെ പിടിച്ച് അവരുടെ മധ്യത്തിൽ അവരുടെ ഇടയ്ക്ക് കയറേണ്ടതായിട്ട് വന്നു. ഞാൻ അവരെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാൻ. ചില അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും മനസ്സിൽ ചിന്ത വരും, എന്തുകൊണ്ട് അയാൾ എന്നെ പാസ്റ്റർ എന്ന് എന്നെ ബ്രദർ എന്നുണ്ട്. മനുഷ്യൻ എന്തൊരു നികൃഷ്ട ജീവി അല്ലേ. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആർഗ്യുമെന്റ്സ് നമ്മളെല്ലാം ഞങ്ങളുടെ പണ്ടൊരു സഹോദരൻ, പുള്ളി ഭാര്യയോട് പിന്നെ സംസാരിക്കത്തില്ല. കാരണം എന്താ? വാ തുറന്നാൽ ഇത് സംഭവിക്കും. അദ്ദേഹത്തിൻ്റെ അമ്മയെന്ന് പറഞ്ഞ ഇവൻ്റെ ഭാര്യയോട് ഒരു വാക്കുപോലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത്. കാരണം അതായിരിക്കും. കാരണം വാ തുറന്ന് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ എന്തെങ്കിലും അവസാനിക്കുമോ? അല്ലേ? കലശൽ കൂടുമെന്നുള്ളു. 121 സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നല്ലേ. അതും സൊല്യൂഷനല്ല. എങ്ങനെ നമുക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട, നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ അനുഗ്രഹത്തിലേക്ക് ആയിത്തീരുവാനായിട്ട് സാധിക്കും? അതിൻ്റെ സൊല്യൂഷനാണ്, ആത്മീകമായിട്ടുള്ള സൊല്യൂഷനാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായം. അത് തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട്, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അത് ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ ഇച്ചിരി ഇൻകംപ്ലീറ്റ് ആയി. കിങ് ജെയിംസ് വേർഷനിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് മോബിനെ? 8:1. Who do not walk according to the flesh, but according to the Spirit. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്ന ഒരുവൻ ഈ വാക്യം വായിക്കുമ്പോൾ അല്ലേ, കൈ ഉയർത്തി എന്തോ എല്ലാവരും കൂടെ പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. ഞാനത് കേട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് അറിഞ്ഞൂടാ, അന്ന് ഞാൻ സ്തോത്രം. പക്ഷേ അല്ലേ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? 7-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിലായിരുന്നു ഞാൻ. ബുദ്ധി കൊണ്ട് ദൈവത്തെ സേവിക്കുകയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെ സേവിക്കുന്നതായിട്ടൊരു ജീവിതത്തിലാണ് കൈ ഉയർത്തി ഹല്ലേലൂയ എന്ന്. എന്നാൽ അതിൻ്റെ ഫുൾ ട്രാൻസ്ലേഷനിൽ ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുവേശുവിൽ നിന്ന് തന്നെ, ക്രിസ്തുവിൽ ഉള്ളവരെന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ വലിയ ആത്മീക വളർച്ചയുടെ മേഖലയിൽ നിന്നുകൊണ്ടാണ് ആ ക്രിസ്തുവിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അതായത് കൊരിന്ത്യർ ലേഖനത്തിലെ ഭാഗം ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഒരുവന് ക്രിസ്തുവിൽ ആയാൽ അല്ലേ, അവന് പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷൻ. ആ ക്രിയേഷനെ പറ്റി എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? പഴയത് കഴിഞ്ഞു, ഇതാ അത് പുതുതായിട്ട് തീർന്നിരിക്കും. അത് ഉന്നതമായിട്ടുള്ള ഒരു അനുഭവമാണ്. നമുക്ക് മാനസാന്തരപ്പെടുമ്പോൾ അത് വാക്യം ഉപയോഗിക്കാമെങ്കിൽ തന്നെയും ഓർത്തുകൊള്ളണം, നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ ആ പുതിയ സൃഷ്ടി ആയോ അല്ലേ? ലീഗലി അല്ല, പ്രാക്ടിക്കൽ, പ്രായോഗികമായിട്ട് ആ ഒരു സൃഷ്ടി ആയോ അല്ലേ? ഇപ്പം ലീഗലി ഞാനിത് പറയുമ്പോൾ, ഇപ്പോൾ ഒരാൾക്കൊരു ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി,
ആ ലെറ്റർ ലീഗൽ ലെറ്ററാണ്. യു ആർ അപ്പോയിൻറ്റഡ് ടു സർട്ടൻ പൊസിഷൻ. എന്നാൽ ആ ആള് അവിടെ പോയി ആ ജോലിയിൽ പ്രവേശിച്ച് ആ ജോലി ചെയ്യാത്തിടത്തോളം കാലം അത് വെറും ഒരു ലെറ്റർ അല്ലേ. അതുകൊണ്ടാണ് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ ഇല്ലേ തന്നെ ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത്. മറ്റേ നമുക്ക് ലെറ്റർ വെച്ചുകൊണ്ട് നടക്കാം. എന്നാൽ നാം ജോലിയിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തിച്ചേരുന്നു. അപ്പോൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു ലീഗൽ റിക്വയർമെന്റ് നാം ഫുൾഫിൽ ചെയ്തു എങ്കിൽ തന്നെയും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ചുവടുകൾ വയ്ക്കുന്നില്ല എങ്കിൽ അത് വെറും അക്ഷരത്തിൻ്റെ ശുശ്രൂഷയായി. മനസ്സിലാകുന്നുണ്ടല്ലേ? അപ്പോൾ ആൾക്കാർ ചോദിക്കും, വിശ്വാസം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അല്ലേ. അപ്പോൾ നാം അതിനാ തീരുമാനമെടുക്കുന്നത്. ഇനിയും അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, പഴയ മനുഷ്യനിൽ അല്ല, പഴയ പ്രമാണങ്ങളിൽ അല്ല, പിന്നെയോ ക്രിസ്തുവേശുവിൽ ഒരു പുതിയ പ്രമാണത്തിൽ ജീവിക്കുവാനായിട്ട് ഇതാ ഞാൻ തീരുമാനമെടുക്കുന്നു അല്ലേ. എന്നോട് യാഗ നിയമം ചെയ്തവരായ അല്ലേ. ഓർത്തോണം, പർവ്വതത്തിലെ മോശയ്ക്ക് ആ പ്രമാണങ്ങളെല്ലാം ലഭിച്ചു. പ്രമാണങ്ങളുമായിട്ട് താൻ അടിവാരത്തിൽ വരുമ്പോൾ എല്ലാവരെയും, പുരോഹിതന്മാരെയും അഹ്റോനെയും മക്കളെയും മൂപ്പന്മാരെയും വിളിച്ചിട്ട് ബാല്യക്കാർ വന്നൊരു യാഗപീഠം ഉണ്ടാക്കുന്നു. ഒരു ഭാഗത്ത് മോശയും മറുഭാഗത്ത് ദൈവജനവും നിൽക്കുന്നു. എന്നിട്ട് പർവ്വതത്തിൽ കാണിച്ചതായിട്ടുള്ള, ദൈവം കൊടുത്തതായിട്ടുള്ള അപ്രമാണങ്ങളെല്ലാം ഇവരെ വായിച്ച് കേൾപ്പിക്കുന്നു. ജനമെല്ലാം ഒരു യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഓഫ് കോഴ്സ് അവിടെ ഒരു യാഗം നടക്കുന്നു. അതിൻ്റെ രക്തം മോശ എടുത്തതിന് ശേഷം ജനങ്ങളെല്ലാവരും അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി, ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കാം, പ്രമാണിച്ച് ജീവിക്കാം. എന്നിട്ട് ആ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ യാഗ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊരു നിയമം ചെയ്യുന്നത്. ദൈവം ഇട്ടിരിക്കുന്ന നിയമം അനുസരിക്കാമെന്ന് പറയുന്നതന്നെ ഒരു നിയമമാണ്. രണ്ട് ഭാഗത്തുനിന്ന് നിയമമുണ്ട് അല്ലേ. ദൈവം ഇട്ടിരിക്കുന്ന ഒരു കവനന്റ്, അത് നമ്മൾ അനുസരിക്കുന്നത് തന്നെ യെസ് ലോർഡ്, അതൊരു നിയമമാണ് അല്ലേ. എന്നാൽ ആ നിയമത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർ മരുമരിപ്പിൽ പട്ടുപോയെന്ന് എഴുതിയിരിക്കും. ഓ, ഇത്ര ഗൗരവം അല്ലേ. അതുകൊണ്ട് അപ്പോസ്തലന് 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായത്തിൽ അതായത് ഇസ്രായേൽ മക്കളുടെ ആ ജീവിതത്തെ പറ്റി, അവർ ചെങ്കടൽ കടന്ന് സമുദ്രത്തിലൂടെയും മേഘത്തിലൂടെയും കടന്ന് അവർ മോശയോട് ചേർന്നു എന്ന് പറഞ്ഞതിന് ശേഷം എങ്കിലും മിക്ക പേരിലും ദൈവമാ പ്രസാദിച്ചില്ല, എല്ലാം പട്ടുപോയി അല്ലേ. അപ്പോൾ അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്, ഇത് ദൃഷ്ടാന്തമായിട്ട് നിങ്ങളോട് അറിയിക്കുന്നില്ല, കാരണം നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കരുത് അല്ലേ. അപ്പോൾ എഴുതി വെച്ചൊരു പ്രമാണമല്ല, നമ്മൾ കാഷ്വലായിട്ട് എടുത്ത ഒരു തീരുമാനമല്ല, ഗൗരവമായിട്ട് ഈ പ്രമാണത്തിൽ ജീവിക്കാം. അതിനുള്ള മുഖാന്തരങ്ങൾ, പ്രൊവിഷൻസ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സമർപ്പണത്തോടുകൂടെ കാലുകൾ വയ്ക്കുന്നവർക്കാണ് ദൈവ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും, എല്ലാ ദിവസവും അന്വേഷകന്മാർ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ജഡത്തെയല്ല, അപ്പോൾ അതിൻ്റെ റിക്വയർമെൻ്റ് ജഡത്തെയല്ല, ആത്മാവിനെ ഉള്ളത്. പ്രാരംഭത്തിൽ തന്നെ മനസ്സിലാണ് ഇതൊരു ആത്മാവിൻ ജീവിതമാണ്. നമ്മൾ ഈ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇത് അറിയാം. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അങ്ങനൊരു ജീവിതം എന്താണെന്നുള്ളത് എത്ര പേര് അന്വേഷിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല പറഞ്ഞ ശേഷം 2-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു വാക്യം വായിച്ചാട്ട്. മലയാളത്തിൽ വായിച്ചാട്ടെ.
ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ ഇതാണ് 4ാമത്തെ പ്രമാണം. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം അല്ലേ. അപ്പോൾ അക്ഷരത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു പ്രമാണം, ബുദ്ധിയുടെ പ്രമാണം. ഇതൊന്നും നമ്മെ സഹായിക്കുന്നില്ല. പ്രത്യേകിച്ച് പാപത്തിൻ്റെ പ്രമാണം നമുക്കെതിരായിട്ട് നിൽക്കും. അതിനെ ജയിക്കുവാനായിട്ടുള്ളൊരു പ്രമാണമാണ് ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം അല്ലേ. അതെന്താണ്? അതിന് മാത്രമേ ക്രിസ്തുയേശു നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാനൊക്കത്തുള്ളൂ. മാനസാന്തരപ്പെട്ടെന്ന് പറയാം, സ്നാനപ്പെട്ടെന്ന് പറയാം, ആത്മസ്നാനം പ്രാപിച്ചു എന്നും പറയാം, യോധനം കൂട്ടൊന്നും പോകുന്നുണ്ടെന്നും പറയാം. പക്ഷെ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ ജയജീവിതം സാധ്യമല്ല. ദൈവം ഇട്ടിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ഹിതത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു കാലത്തും എത്തിച്ചേരുവാനായിട്ട് സാധ്യമല്ല. ഓക്കെ, ഈ പ്രമാണം ഉള്ളിലില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള പാർട്ട്, ആ ഭാഗം നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ദൈവത്തിൻ്റെ വചനത്താൽ, സുവിശേഷത്താൽ ഒരുവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ, ആ നീതീകരിക്കപ്പെട്ടവൻ ജീവിക്കണമെങ്കിൽ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണമെങ്കിൽ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം അതാണ് പുതു നിയമമെന്നാണ് ദൈവവചനത്തിൽ അതിനെപ്പറ്റി നാം വായിക്കുക. പുതു നിയമം. പുതിയ നിയമം പഴയ നിയമം നമ്മൾ ഇതിനകത്ത് എഴുതുന്ന വിഷയമല്ല. പുതു നിയമം എന്ന് പറയുമ്പോൾ ഉള്ളിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിലെ ഭാഗങ്ങൾ വായിച്ചു. ഒന്നുകൂടെ വായിക്കാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. എസെക്കിയേൽ 36-ന്റെ 26-27 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. മതി. അപ്പോൾ പുതിയൊരു ഹൃദയം വേണം. വിശ്വാസമുള്ള നീതീകരണം അല്ലേ, ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കുവാനായിട്ട് ആ ടച്ച് അത് ഉണ്ടാകണം. പുതിയൊരാത്മാവിനെ അല്ലേ, റിസറക്ഷൻ ലൈഫ് സ്പിരിറ്റ്, ആത്മാവിൻ്റെ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ വചനങ്ങളിൽ നടക്കുമാറാക്കും. അപ്പം അത് ഉള്ളിൽ ജീവന്റെ ആത്മാവിനാൽ എഴുതപ്പെടുന്ന വചനം. ഓക്കെ, എബ്രായ ലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുൾ ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും, പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ന്യായപ്രമാണം തന്നെയാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ആകണമെങ്കിൽ ദൈവം താൻ നമ്മുടെ ദൈവമാകണം. നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ ഒരു ജനറിക് ആയിട്ടുള്ളൊരു യൂസേജാണ്. എല്ലാവരും ദൈവം എന്ന് വിളിക്കും, അല്ലെ ഈശ്വരൻ എന്നോ ഒരു പേര് വിളിക്കും ദൈവം. എന്നാൽ പരിശുദ്ധനായ ദൈവം, സൃഷ്ടിതാവായ ദൈവം, വീണ്ടെടുത്ത ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവമാകുവാൻ അല്ലേ. എല്ലാവർക്കും ദൈവം എന്ന് പറയാം, പക്ഷെങ്കിൽ നമ്മോട് ചോദിക്കണം, ഈ വലിയ ദൈവം
എൻ്റെ ജീവിതത്തിൽ ദൈവമാണോ? എൻ്റെ ജീവിതത്തിൽ ഞാനാണോ ദൈവമോ, സൃഷ്ടിതാവായ ദൈവമാണോ ദൈവം? അല്ലേ? പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ന്യായപ്രമാണം വചനം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഒരു വാക്യം കൂടെ വായിക്കാം. 10-ാമത്തെ അധ്യായം, ഇബ്രായലേഖനം 10-ാമത്തെ അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഈ പ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടണമെങ്കിൽ, കാരണം അതിലൂടെ സ്വാതന്ത്ര്യം ലഭിക്കുള്ളൂ. സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് ഓർത്തുകൊള്ളണം. അതോടൊപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം സാധാരണയായിട്ട് ചിന്തിക്കുന്ന ആ വാക്യം കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 31-32 വാക്യങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, ആ വചനത്തിൽ നിലനിൽക്കുക, വചനത്തിൽ ജീവിക്കുക, വചനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉള്ളിൽ എഴുതപ്പെട്ട, ആത്മാവിൽ എഴുതപ്പെട്ട വചനമാണ്. അല്ലാതെ വാക്യങ്ങൾ കാണാൻ പഠിക്കുന്നതല്ല, അതിലൊക്കെ ഉപരിയാണ്. മിക്കവാറും വാക്യങ്ങൾ കാണാൻ പഠിക്കുന്നത് നമ്മൾ കോമ്പറ്റീഷന് വേണ്ടിയല്ലേ. അപ്പോൾ അത് പ്യൂർലി ജഡമാണ്. അല്ല, ഇത് വാക്യ മത്സരത്തിന് വേണ്ടിയല്ല. ഞാൻ അനുകൂലമായുള്ള ഒരാളല്ല. ഇത് കോമ്പറ്റീഷൻ അല്ല. അതൊരു കാലത്തും അവനെ ഒരു ദൈവമനുഷ്യനാക്കാൻ പോകുന്നില്ല. അവൻ അവിടെ പോയി അവന് ട്രോഫി കിട്ടും. ആ ട്രോഫി മേശയുടെ മുകളിൽ അല്ലെങ്കിൽ അലമാരയുടെ മുകളിൽ വെച്ചേക്കാം. ഓക്കെ, ഒരു കാലത്തും ആ വചനം ഒരു ക്രിയയും ചെയ്യാനായിട്ട് പോകുന്നില്ല. ആക്ച്വലി അത് ദോഷമാണ്. ഞാനത് വിളിച്ചു പറയുക, ദോഷമാണ്. വചനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവന്റെ ആത്മാവ് ഉള്ളിൽ എഴുതപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഉള്ളിൽ എഴുതപ്പെടുന്ന വചനമായിട്ട് തീരണം. ഞാൻ ഈ ദിവസങ്ങൾ ഓർപ്പിച്ച യേശുവിൻ്റെ ജീവനാൽ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ വചനത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകുന്നതായിട്ടുള്ള ജീവനാണ്. അല്ലേ? ഓർത്തുകൊള്ളണം, അത് യഥാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ അനുദിനം എഴുതപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ വചനം അനുസരിച്ച് മാത്രമേ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലേ? അതിന് ലോകം മുഴുവൻ ഇളകി വന്നാലും ഇല്ല, യു കനോട്ട് കോംപ്രമൈസ്. കാരണം അത്ര പവർഫുള്ളാണ്, അത്ര ശക്തമാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവിനാൽ എഴുതപ്പെടുന്ന വചനം. ഓക്കെ, അപ്പോൾ അതിന് മുട്ടിന്മേലിരുന്ന ദൈവമായിട്ടുള്ള ബന്ധത്തിലിരിക്കണം. ഈ പുസ്തകം തൻ്റെ വചനവുമായിട്ട്, ഈ പ്രിന്റഡ് പേജുമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവ് ഇതെൻ്റെ ഉള്ളിൽ എഴുതപ്പെടണം. ഇല്ലേ? ദൈവം താനാണ് കൽപ്പലകയിൽ അത് എഴുതി കൊടുത്തത്. എന്നാൽ ആ വിരലുകൾ കൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാംസളമായിട്ടുള്ള ആ ഹൃദയ പലകയിൽ അത് എഴുതപ്പെടുമ്പോൾ അവിടെയാണ് കർത്താവ് പറഞ്ഞ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനുമാകുന്നു. അത് ജഡത്തിന് ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ല. അല്ലേ? ഈ കൂട്ടർ ഇതെല്ലാം കേട്ടുവെങ്കിൽ എല്ലാവരും തന്നെ വിട്ടുപോയതായിട്ട് നാം കാണുന്നു. ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാനായിട്ട് കഴിയും? അപ്പോൾ ജഡ മനുഷ്യനത് ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ല, അത് കഠിന വാക്കാണ്. എന്നാൽ ദൈവത്തെ വാസ്തവമായിട്ട് കാക്ഷിക്കുന്നവന്, ദൈവത്തിൻ്റെ ഹിതത്തിൽ പൂർണ്ണതയിൽ വരണമെന്നുള്ള ആ ഉൾബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിന്ന് വചനം ധ്യാനിക്കുന്നവന് പരിശുദ്ധാത്മാവ് അത് ജീവന്റെ വചനമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നൽകും. അല്ലേ? അത് ജീവന്റെ ആത്മാവായിട്ട് ഉള്ളിലേക്ക് നൽകും. അങ്ങനെയാണ് സമൃദ്ധിയായിട്ടുള്ള ജീവനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ആ സമൃദ്ധിയായിട്ടുള്ള ജീവനിൽ നാം യാത്ര ചെയ്തു എങ്കിൽ മാത്രമേ ഈ ക്രൂശിൻ്റെ പാത, സ്തോത്രം, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായിട്ടുള്ളൊരവസ്ഥയായിട്ട് തീരുന്നത്. അവിടെ പെറുപെറുപ്പില്ല, അവിടെ കംപ്ലൈൻറ്റ്, ഒരു തരത്തിലുമുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ, റിജക്ഷൻ അവിടെ ഇല്ല. കാരണം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ജീവന് യേശു കർത്താവിൻ്റെ ജീവനാണ്.
അത് കാൽവറിയിലേക്ക് നടത്തുന്ന ജീവനാണ്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചതായിട്ടുള്ള ജീവൻ, സ്തോത്രം, അല്ലേ? അത് കാൽവറിയിലേക്ക് പൂർണ്ണമായിട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുവാൻ തക്കവണ്ണം അതിലേക്ക് നയിച്ചതായിട്ടുള്ള ജീവനാണ്. ഒരു ദാസനായി തീരുവാൻ, തന്നെത്താൻ ഒഴിക്കുവാൻ, അല്ലേ? ആ ഒരു അളവിൽ സൗമ്യതയോടും താഴ്മയോടും കരുണയോടും തനിക്ക് തന്നെ ഒന്നും കാക്ഷിക്കാതെ പിതാവിൻ്റെ പൂർണ്ണ ഹിതത്തിനു വേണ്ടി സമർപ്പിക്കുന്ന ജീവനാണ് യേശുവിൻ്റെ ജീവന്. ആ ജീവൻ നമ്മുടെ ഉള്ളിൽ പകരപ്പെടുമ്പോൾ ആണ് യേശുവിൻ്റെ ജീവിതം പ്രകാശമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, സ്തോത്രം. ഇനി മടങ്ങി 8-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഈ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ, ന്യായപ്രമാണം ഒക്കെ നാളുകൾ വായിക്കുമ്പോൾ എല്ലാം നമുക്ക് ഭയമാണ്, അല്ലേ? എന്തോ ഈ ന്യായപ്രമാണത്തിനകത്ത് നീതി ഉണ്ടോ? ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള വിഷയം, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയത് പഴയ നിയമ പുസ്തകങ്ങളിലൂടെ. അന്ന് ഈ പുതിയ നിയമം, നമ്മളീ പറയുന്ന പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല, അല്ലേ? അത് AD 50 കഴിഞ്ഞൊക്കെയാണ് അത് എഴുതപ്പെടുന്നത്. അപ്പോൾ നമുക്ക് 1-2 വാക്യങ്ങൾ എൻ്റെ അടിസ്ഥാനത്തിൽ വായിക്കാം. കാരണം അതിനെക്കുറിച്ചൊരു അല്പമായിട്ടുള്ള പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ അവസാനത്തെ അധ്യായം 44-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 44-45. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് ഞാൻ പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. മതി. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ, 3.5 വർഷക്കാലം ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, അല്ലേ? അപ്പോൾ ഏത് പുസ്തകങ്ങളിൽ നിന്നാണ് താൻ തന്നെ വെളിപ്പെടുത്തി കൊടുത്തത്? ഇവിടെ വായിക്കുമ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളിൽ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ അവസാനത്തെ അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചാൽ. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവരോട് ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു, അല്ലേ? അപ്പോൾ അവരുപയോഗിച്ചത് പഴയ നിയമ പുസ്തകങ്ങൾ. പഴയ നിയമ പുസ്തകങ്ങളിലൂടെ യേശുവിനെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണം, അല്ലേ? കർത്താവ് അങ്ങനെയാണ് അവരുടെ ബുദ്ധിയെ തുറന്നത്, അല്ലേ? അത് ഉൾക്കൊള്ളുവാനായിട്ട്. അപ്പോൾ ഇവിടെ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി, അപ്പോൾ ന്യായപ്രമാണ പുസ്തകങ്ങൾ യേശു ക്രിസ്തു മറഞ്ഞു കിടപ്പുണ്ട്, അല്ലേ? നമ്മൾ നാളുകൾ ഞാൻ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഓരോ അധ്യായങ്ങളിലും യേശു കർത്താവ്, അല്ലേ? യെശയ്യാവിൻ്റെ പുസ്തകം, പ്രവാചക പുസ്തകങ്ങൾ, എസെക്കിയേലിൻ്റെ പുസ്തകം, അല്ലേ? ഞാൻ പലപ്പോഴും എസെക്കിയേലിൽ പഴയ നിയമത്തിലെ പുതിയ നിയമം എന്ന് പറയാറുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഈ മാർഗത്തെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു 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 സന്ദേശം ഉണ്ട്, അല്ലേ? കർത്താവ് ഒന്നും പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുമില്ല, സ്തോത്രം. ഇതെല്ലാം ഓരോ കർത്താവിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ നോക്കുകയാണ്, അതിനെല്ലാം പഴയ നിയമത്തിൽ ലിങ്ക് ഉണ്ട്. അല്ലാതൊന്നും പുതുതായിട്ട് കർത്താവ്, അതാ പറഞ്ഞ ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനായിട്ട് വന്നതല്ല, ഞാനത് നിവർത്തിപ്പാനായിട്ട് വന്നതാണ്. അപ്പോൾ ദൈവവചനത്തോട്, പ്രത്യേകിച്ച് പഴയ നിയമത്തോട് വലിയ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത്
ഈ അനേകർ ഇത് പറയുമ്പോൾ അവരല്ല അവരിൽ പ്രവർത്തിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അവരെല്ലാം പൊസസ്ഡ് ബൈ അതർ സ്പിരിറ്റ്സ്. ഓക്കെ, എനിക്കതിൽ യാതൊരു സംശയവുമില്ല. ദേ ഡോണ്ട് ഹാവ് എനി ക്ലൂ. ഇഗ്നറൻസ് മാത്രമല്ല, ദേ ആർ പൊസസ്ഡ് ബൈ അനദർ സ്പിരിറ്റ്. ഇപ്പം ലോകത്തിൻ്റെ പുറകെ സ്ഥാനവും മാനമൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വേറൊരു സ്പിരിറ്റ് ഉണ്ട്. അത് നമ്മൾ കയ്യോടിഞ്ഞ് വാങ്ങിക്കുകയാണെങ്കിൽ ഇല്ലേ, ലോകത്തിൻ്റെ അത് മാത്രമല്ല കയറുന്നത്, ഇങ്ങനെ സ്ഥാനവും മാനവും മാത്രമല്ല കയറുന്നത്, അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റും അവരുടെ ഉള്ളിലേക്കാകും. ആൻഡ് ദാറ്റ് സ്പിരിറ്റ് ഈസ് ഗോയിങ് ടു ഡിസ്ട്രോയ് ദം. ചരിത്രം മുഴുവനും അതാണ് പറയുന്നത് അല്ലേ. ഒരു കാലത്ത് സത്യത്തിന് വേണ്ടി ഇറങ്ങിയവർ തന്നെ സ്ഥാനവും മാനവും ദ്രവ്യവും എല്ലാം ആഗ്രഹിച്ചു പോയപ്പോൾ അവരുടെ അന്ത്യം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസത്തിലെല്ലാം മരിച്ചത്. ഓക്കെ, തകർന്ന് തരിപ്പണമായിപ്പോയി അല്ലേ. വിശ്വാസക്കപ്പൽ തകർന്നതായിട്ടുള്ള ചിലരെ പറ്റി അപ്പോസ്തലന് അവരെല്ലാം ലൗകികന്മാരായി പോയത് കൊണ്ടാണ്. ലോകത്തിൻ്റെ ധനവും ലോകത്തിൻ്റെ മാനവും മോടിയും ലോകത്തിൻ്റെ അധികാരവും അത് അന്വേഷിച്ച് പോയവർ അവർ രക്ഷപ്പെടുക. അതിൽ നിന്ന് പിന്മാറുന്നില്ല എങ്കിൽ, ഈ സാധുശീലനായ കർത്താവിൻ്റെ മാർഗത്തിലേക്ക് അവർ വരുന്നില്ല എങ്കിൽ അവരെല്ലാം പട്ടുപോകാൻ പോകുകയാണ്. ഓരോ സമയങ്ങളിൽ അവർ തകർന്നു പോകാൻ പോകുകയാണ്. സ്തോത്രം ലേലിയ. ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം. നിങ്ങളത്തിന് ദൈവത്തിനെ താഴ്ത്തി മുട്ടുകുത്തി, നിങ്ങൾ ലോകപ്രകാരം പ്രശസ്തനായിരിക്കാം, ലോകത്തിന് ധനമുണ്ടായിരിക്കാം, യു മേ ഹാവ് എ മെഗാ ചർച്ച്, പക്ഷെ പ്രൈഡാണ് നിന്നെ ഭരിക്കുന്നതെങ്കിൽ, നീ ലോകത്തിൻ്റെതായിട്ടുള്ള മേഖലയിലാണ് നീ വർത്തിക്കുന്നതെങ്കിൽ, യു ആർ ഗോയിങ് ടു ഫെയിൽ അല്ലേ. അത് പട്ടുപോകാതെ മടങ്ങി വരണമെങ്കിൽ ഈ മാർഗം, കർത്താവിൻ്റെ ഉപദേശം, സാധുശീലനായിട്ട് വന്ന യേശുവിനെ കുറിച്ച് ഉള്ള വെളിപ്പാടിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമായ കർത്താവ് ഈ സത്യങ്ങളിലൂടെ നമ്മോട് സംസാരിക്കാൻ, അപ്പോൾ ഈ നീതി നമ്മളിൽ നിവർത്തിക്കണം. അതൊരു വലിയ സബ്ജക്റ്റ്. കർത്താവ് തന്നെ സ്നാനത്തിന് മുൻപായിട്ട് സ്നാപകനോട് പറയുന്നത് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കട്ടെ. അപ്പോൾ വെറുതെ ഒരു സ്നാനം ഏൽക്കുകയല്ല, ആ സ്നാനത്തിലൂടെ തീരുമാനം എടുക്കുകയാണ്, ഒരു കമ്മിറ്റ്മെന്റ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ നീതി എന്നിലൂടെ വെളിപ്പെടണമാ അല്ലേ, ദൈവത്തിൻ്റെ നീതി എന്നിലൂടെ നിവർത്തി ആകണമാ. അപ്പോൾ വലിയൊരു വിഷയമാണ്. കർത്താവ് സ്നാനത്തിന് ശേഷം കംപ്ലീറ്റ്ലി നാം വായിക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങുന്ന ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തും. മുഴുവൻ പരിശുദ്ധാത്മാ, ദൈവത്തിൻ്റെ നീതി നിവൃത്തിയാകുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണത്തിലാണ് യേശു കർത്താവ് നമുക്കൊരു ജീവിത മാതൃക കാണിക്കുന്നത്. ആയതുകൊണ്ടാണ് കർത്താവ് താൻ പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതുകൊണ്ട് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനെ കാണിക്കുന്നു, പുത്രന് അത് അതുപോലെ തന്നെ ചെയ്യുന്നു അല്ലേ. വള്ളി പുള്ളി തെറ്റാതെ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ഓൾറെഡി അതിൻ്റെ ബ്ലൂ പ്രിന്റ് പിതാവിൻ്റെ കരങ്ങളിലുണ്ട്. നമ്മെ കൊണ്ട് ദൈവം ഒരു പ്രവൃത്തി ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ അധ്വാനവും നമ്മുടെ വിയർപ്പും ഒന്നും അല്ല, ഓൾറെഡി അതിൻ്റെ ബ്ലൂ പ്രിന്റ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. അത് ഒരുവൻ വാഞ്ചിച്ച് പിതാവിൻ്റെ പൂർണ്ണ ഹിതത്തിന് വേണ്ടി സമർപ്പിച്ച്, എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു മേഖലയിലേക്ക് കർത്താവേ എന്നെ കൊണ്ടുവരണം, ഇവിടുത്തെ ആത്മാവിനാൽ മാത്രം അവിടുന്ന് എന്താണോ നിയമിച്ചാക്കിയിരിക്കുന്നത് അത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ. ഹല്ലേലൂയ. അത് മാത്രമേ നിലനിൽക്കുന്ന പ്രവൃത്തിയായിട്ട് തീരത്തുള്ളൂ. മറ്റെല്ലാം കത്തിച്ചാമ്പലാകുവാൻ പോകുകയാണ് അല്ലേ. ഓരോ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അല്ലേ, അമേരിക്കയിലെ ഓരോ ചരിത്രങ്ങൾ, കാലാകാലങ്ങളിൽ വന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള സുവിശേഷകന്മാരും പാസ്റ്റേഴ്സും ഒക്കെ ഇന്നതൊക്കെ ചരിത്ര പുസ്തകങ്ങൾ വലിയ പരാജയത്തിൻ്റെ ചരിത്രങ്ങളായിട്ടാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. കരഞ്ഞു പോകും അല്ലേ. അവരെ ഒരു കാലത്ത് അവർ സത്യം അറിഞ്ഞിറങ്ങി, എന്നാൽ പിൽക്കാലങ്ങളിൽ പിശാചി ലോകവും ധനവും സ്ഥാനവും മാനവും സ്വയം സ്വാർത്ഥ ഇതിട്ടിട്ട് അവരെ തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രങ്ങൾ അല്ലേ. ഒരു കാലത്തും ആ വലയിൽ നമ്മൾ വീണ് പോകരുത്. പ്രൈസ് ദി ലോർഡ് അല്ലേ. വലുതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഒരു ചെറിയ പ്രവൃത്തി ചെയ്യുന്നുള്ളെങ്കിലും ദൈവം ഏൽപ്പിച്ചത് മാത്രമേ ചെയ്യാവൂ അല്ല. അത് നിലനിൽക്കും ദൈവമക്കളെ. മറ്റേ മണ്ണടിഞ്ഞു പോകും.
ഹല്ലേലൂയ. അത് പുഴുവും തുരുമ്പും കെടുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. എന്ന ദൈവത്തിൻ്റെ നിയോഗത്തില്, ദൈവത്തിൻ്റെ ഇറ്റേണൽ പ്ലാൻ അനുസരിച്ച് നമ്മളെ ഏൽപ്പിക്കുന്നത് അത് വിശ്വസ്തയുടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് നിലനിൽക്കുന്ന പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നിത്യതയിൽ നമ്മൾ അത് കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ ദൈവസന്നിധി താഴ്ത്തണം. അപ്പോൾ നമ്മയും ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന അതായത് നമ്മളെ വീണ്ടും ജനിപ്പിച്ച് അതായത് നമ്മൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് നമ്മൾ ആ സ്നാനക്കടവിൽ ആ തീരുമാനം എടുക്കുമ്പോൾ ദൈവനീതി നമ്മളിലൂടെ നിവൃത്തിയാകണം എന്നുള്ള ബോധത്തോടു കൂടെ ആയിരിക്കണം. അന്നത് അറിഞ്ഞുകൂടായെങ്കിൽ ഈ നാളുകളിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. പരിശുദ്ധനേ ഇല്ലേ, അവിടുത്തെ നീതി. ആ നീതി എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ നോക്കും, നമ്മൾ കേൾക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ ഇതെല്ലാം ദൈവം നോക്കുമ്പോൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ അക്കോർഡിംഗ് ടു ഹിസ് പ്ലാൻ. ഇല്ലേ, അങ്ങനെയുള്ളതാണ് നീതിയോടുള്ള ഒരു ജീവിതം. അപ്പോൾ അത് നമുക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ നീതിക്ക് വിശന്ന് ദാഹിച്ചല്ലേ ഒക്കത്തുള്ളൂ. കർത്താവേ, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ ഓട്ടം, എൻ്റെ അധ്വാനം എല്ലാം അങ്ങയുടെ ഹിതപ്രകാരമാ. അവിടുന്ന് നോക്കുമ്പോൾ സ്തോത്രം, ഇവൻ എൻ്റെ പ്രിയപുത്രന്. സ്വർഗം സന്തോഷിക്കണം. ഇല്ലേ, എങ്ങനെയാ ദൈവം നിവൃത്തനാകുന്നത്? എല്ലാം കണ്ടു, എല്ലാം മനോഹരമാണ്. ഭൂമിയുടെ ആ പൂർണ്ണത കണ്ടപ്പോൾ, അതിൻ്റെ ഡിവൈൻ ഓർഡർ കാണുമ്പോൾ, ദൈവം എല്ലാം 6 ദിവസം കൊണ്ട് മനോഹരമായി സൃഷ്ടിച്ച് ഇല്ലേ, തൻ്റെ സാദൃശ്യത്തിലുള്ള സ്വരൂപത്തിലുള്ള ഒരു ആദാമിനെ കൂടെ കാണുമ്പോൾ മൈ ലോർഡ്, ദൈവം നിവൃത്തി സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. ദൈവം സന്തോഷിക്കുകയാണ്. ദൈവം അതിൽ പ്രസാദിക്കുകയാണ്. ഇതെത്ര മനോഹരം ഇല്ലേ. യേശു കർത്താവ് സ്നാനക്കടവിൽ സ്നാനം കഴിക്കുമ്പോൾ അല്ലേ, പിതാവ് ആ ഹൃദയത്തെ നോക്കുകയാണ്, അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുകയാണ്. എത്രത്തോളം പ്യുവറാണ് ഈ യേശുവിൻ്റെ ഇൻറ്റൻഷന്. ഇവൻ ക്രൂശ് വരെ പോകുമോ, അനുസരണമുള്ളവനായിട്ട് തീരുമോ, എസ്റ്റാബ്ലിഷ്ഡ് ആയി പിതാവ് നോക്കുമ്പോൾ യെസ്, എൻ്റെ പുത്രന് ഇത് പൂർത്തീകരിക്കുവാനായിട്ട് പോകുകയാണ്. അവൻ അവൻ്റെ സ്വന്തം ഹിതത്തിൽ ഇല്ല, പോകത്തില്ല. അവൻ ഒരു സ്റ്റെപ്പ് വയ്ക്കണമെങ്കിൽ പിതാവ് എൻ്റെ ഹിതത്തിന് വേണ്ടിയാണ്. സ്വർഗം തുറക്കുകയാണ്, തൻ്റെ ആത്മാവിനെ അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവൻ എൻ്റെ പ്രിയപുത്രന്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ദൈവവചനം കേൾക്കുമ്പോൾ ഓരോ ഹൃദയങ്ങളെയും സ്വർഗസ്ഥനായ പിതാവ് ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വയത്തിന്റെ എല്ലാം പുറത്തു പോകണം. എനിക്ക് ദൈവഹിത പ്രകാരം മാത്രം ഒരു ജീവിതം നയിക്കണം, ഒരു പ്രവൃത്തി ചെയ്യണം എന്ന് ആരെങ്കിലും ഇതിനകത്ത് ഉള്ളു തുറന്ന് കാക്ഷിക്കുകയാണെങ്കിൽ പിതാവ് സന്തോഷിക്കുകയാണ്. യെസ്, എനിക്ക് ഇവനെ ഉപയോഗിക്കുവാൻ കൊള്ളാം. ഇവൻ എൻ്റെ പ്രിയപുത്രന്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്തോത്രം. നീതി, ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിലൂടെ നിവൃത്തിയാകണം. ഇല്ല, നാം എന്ത് ചെയ്താലും സ്വർഗം സന്തോഷിക്കണം. സ്വർഗത്തിന്റെ പ്ലാൻ അനുസരിച്ച് ആയിരിക്കണം. ബാബേൽ കോട്ട കെട്ടുകയാണെങ്കിൽ ദൈവം അത് തകർക്കുമെന്ന് നമുക്കറിയാം അല്ലേ. ദൈവം ഇറങ്ങി വന്ന് അതിനെ ചിതറിച്ചെന്നാണ് അല്ലേ. അവിടുത്തെ ഭാഷ കലങ്ങി. എന്നാൽ ദൈവഹിതപ്രകാരം ഒരുവൻ ജീവിതം നയിക്കുകയാണ്, അവന്റെ ഭാഷ കലങ്ങത്തില്ല, അവൻ വേർക്കത്തില്ല. കാരണം അവൻ ദൈവഹിതത്തിലാണ്. അവന്റെ ജീവിതം പ്രസാദ സമ്പൂർണമാണ്. അവന്റെ ഓരോ ചുവട് വയ്പ്പുകളും ദൈവപ്രസാദത്തിന് വേണ്ടി ഉള്ളതായിരിക്കണം എന്നുള്ള ദാഹത്തോടു കൂടെ ആയിരിക്കും അവൻ യാത്ര ചെയ്യുന്ന. ദൈവം നമ്മെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നീതി അത് ജഡത്തെ അനുസരിച്ച് നടന്നാൽ ദൈവനീതി നിവൃത്തിയാകുവാൻ സാധ്യമല്ല. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രതാപ മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ ധനമാഹാത്മ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് ബാബേലാണ്. അതിൽ ദൈവത്തിന് പ്രസാദിപ്പാൻ, ദൈവനീതി നിവൃത്തിയാകുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവഹിതപ്രകാരം മുൻപോട്ട് നീങ്ങുന്ന ഒരുവന് അവന്റെ ജീവിതത്തിലാണ് ദിനം തോറും ദൈവത്തിന്റെ നീതിയുടെ നിവൃത്തിയിൽ ആയിത്തീരുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും തുടർന്നുള്ള ഭാഗങ്ങളിൽ ജഡത്തെ ആത്മാവ്, ഇത് വളരെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇനി ആ ജഡത്തിൻ്റെതായിട്ടുള്ള ചില മേഖലകളാണ് അപ്പോസ്തലന് തുടർന്ന് എഴുതുന്നത്. എനിക്കറിയാം 11 മണി കഴിയുന്നു. നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗങ്ങൾ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് മടക്കി വരാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 5-ാമത്തെ 5-6 വാക്യങ്ങൾ വായിച്ചാട്ട്. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിന് ഉള്ളതും ചിന്തിക്കും. രാവിലെ ഞാൻ വീണ്ടും ഊന്നി പറഞ്ഞു,
പാപത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് ജീവൻ്റെ ആത്മാവിൻ്റെ വ്യവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് സ്വാഭാവികമായിട്ട് പാപത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രമാണം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവരുടെ ഉള്ളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. 7-ാമത്തെ അധ്യായത്തിൽ നാം ഇപ്രകാരം ചിന്തിച്ചു, പാപം ഉള്ളിൽ വസിക്കുന്നു. ഒരു ജയജീവിതം നയിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ പ്രമാണം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മെ ബദ്ധരാക്കിക്കളയും, നമ്മളെ അടിമകളാക്കുന്നു. പാപത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ജഡസ്വഭാവം നമ്മളിൽ വാഴുന്നു. വളരെ സ്വാഭാവികമായിട്ട് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ് ജഡ സ്വഭാവം. പാപത്തിൻ്റെ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ പാപത്തിൻ്റെ നേച്ചറാണ് ജഡ സ്വഭാവം. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ പാപത്തിൻ്റെ പ്രവൃത്തികൾ, പക, പിണക്കം, കോപം, അസൂയ, ദ്രവ്യാഗ്രഹം, ഇതൊന്നും നമുക്കൊരു ക്ലാസ്സുകൾ എടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? കാരണം ഇതെല്ലാം ഉള്ളിൽ ഉണ്ട്. അങ്ങനെ ആ ജഡ സ്വഭാവം പ്രാക്ടീസ് ചെയ്യുന്നവർ അവർ ജഡത്തിനുള്ളതാണ് ചിന്തിക്കുന്നത് എപ്പോഴും, അല്ലേ? ദൈവ പൈതൽ എന്ന ലേബിൾ കാണും, പക്ഷെങ്കിൽ ചിന്തിക്കുന്നതെല്ലാം എന്താണ്? ജഡത്തിനുള്ളതാണ്. ജഡം ജഡം ജഡം, ലോകം ലോകം ലോകം. അതിൻ്റെ കാരണം അവരുടെ സ്വഭാവം, പ്രകൃതിയാലുള്ള സ്വഭാവം ജഡ സ്വഭാവം. നമ്മളിൽ എന്താണ്, ഏത് സ്വഭാവമാണോ അതാണ്, അതിനനുസരണമായിട്ടുള്ള പ്രവൃത്തികളാണ് വെളിപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ആ സ്വഭാവത്തിൽ നിന്ന് ആത്മാവിൻ്റെ സ്വഭാവത്തിലേക്ക്, ആത്മാവിൻ്റെ ഫലങ്ങൾ, അല്ലേ? നമുക്കറിയാം, അല്ലേ? ആ സ്വഭാവത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഫലങ്ങൾ ആത്മാവിൻ്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് നമ്മൾ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പോകുന്നൊക്കെ പിന്നുള്ള വിഷയങ്ങളാണ്, അല്ലേ? സ്വർഗത്തിൽ പോകുന്നതല്ല വിഷയം, പ്രധാനം സ്വർഗീയന്മാർ ആകെ എന്നുള്ളത്, അല്ലേ? അതാണ് നമ്മുടെ ഫോക്കസ്. ഇപ്പോൾ ഈ ലോക ജീവിതത്തിൽ, ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നാം ജീവിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സ്വർഗീയന്മാരായി തീരുവാൻ കഴിയും, അല്ലേ? ഈ ലേഖനത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോള്, റോമാലേഖനത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോള് നമ്മൾ ഇന്ന് കൂടെ വായിച്ചു. എൻ്റെ 29-ാമത്തെ വാക്യത്തിൽ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ നമ്മളെ മുന്നേ നിയമിച്ചിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം, ക്രിസ്തുവിന് അനുരൂപി ആയിത്തീരണം. അത് നമ്മൾ വെളിപ്പെടുന്നത്, നമ്മൾ അനുരൂപികളാകുന്നുണ്ടോ എന്നറിയുന്നത് ഏത് സ്വഭാവമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലേ? ജഡസ്വഭാവമാണെങ്കിൽ നമുക്ക് ആ വളർച്ച അല്ലെങ്കിൽ അതിലേക്കുള്ള രൂപാന്തരം സംഭവിക്കുന്നില്ല. നമ്മൾ അറിഞ്ഞും അറിയാതെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ വരുന്നത്. ഇതെല്ലാം മറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള, ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിച്ചതുപോലെ, നമ്മൾ ഈ പാപത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്ത് അതിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, നമുക്ക് അഭിമാനമാണ്. അതിൽ നാം ദിനംതോറും ജീവിക്കുന്നു എങ്കിൽ തന്നെയും നമുക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് മനസ്സിലാകുവാനായിട്ടുള്ള ഒരു ആത്മീക നിലവാരത്തിലേക്ക് നമ്മൾ ആദ്യം വരണം. നമ്മൾ ഈ അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ നടക്കേണ്ടത് ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതം, എങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിലാകുകയുള്ളൂ. രാവിലെ ഓർപ്പിച്ച പോലെ നമ്മൾ എടുത്തിരിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് ആ തീരുമാനത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ വരുന്നില്ല എങ്കിൽ അത് വെറൊരു ലീഗൽ ടൈറ്റിൽ എന്നേ ഉള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ എത്തിച്ചേരുന്നില്ല.
അതിൽ യാഥാർത്ഥ്യത്തിൽ വരുവാനായിട്ടാണ് നാം വിശ്വസിച്ച് സ്നാനം ഏറ്റിരിക്കുന്നത്. അറിയാമോ, വിശ്വസിച്ച് സ്നാനം കേൾക്കുമ്പോൾ ആദ്യമേ കർത്താവിൻ്റെ വേല ചെയ്യണം, രാജ്യത്തിനും അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള വലിയ 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 ആഗ്രഹങ്ങളാണ്. പക്ഷെ അതല്ല ആദ്യം. നീ ഒരു യഥാർത്ഥ വേലക്കാരനാകണമെങ്കിൽ സ്തോത്രം ഇല്ലേ, ഏത് വ്യവസ്ഥ മാറണം? ജഡവ്യവസ്ഥ മാറിയല്ലേ ഒക്കെ. അല്ലെങ്കിൽ ആ വ്യവസ്ഥ, ആ ജഡത്തിൻ്റെ സ്വഭാവം നമ്മളിത് കൂട്ടിക്കലർത്തും അല്ലേ. നമ്മളിൽ കോമ്പറ്റീഷൻ സ്പിരിറ്റ് കയറും, അസൂയ കയറും, യു നെയിം ഇറ്റ്, ലോങ് ലിസ്റ്റാണ് അല്ലേ. സ്ഥാനവും മാനവും പ്രതാപം കയറും, ദ്രവ്യാഗ്രഹം കയറും. അപ്പം നമ്മൾ ക്രിസ്തീയ പ്രവർത്തനമാണെന്ന് പറഞ്ഞ് ജഡ സ്വഭാവമിട്ട് കൂട്ടിക്കലർത്തി ആകപ്പാടൊരു അവിയൽ പരുവം ആക്കും. അതല്ലിത്. അവന് ഒരുവനെ വേണമെങ്കിൽ അവനൊരു ജീവനുള്ള കല്ലായി തീരുവാൻ തക്കണം. യഥാർത്ഥ ശിഷ്യനായിട്ട് തന്നെ താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിൻ്റെ ഹിതം ആഗ്രഹിച്ചുകൊണ്ട് ദിനംതോറും ജീവിക്കുന്ന ഒരു ജീവിതത്തെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്ത എവിടെയാണ്? ഉയരങ്ങളിലുള്ളതാണോ ചിന്തിക്കുന്നത്? കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ചാട്ട്. മതി. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ജഡം മരിച്ചാലേ ഒക്കത്തു അല്ലേ. അത് കഴിഞ്ഞ ദിവസം ഞാൻ വളരെ വ്യക്തമാക്കി അനേക വാക്യങ്ങളിലൂടെ. ജഡം മരിക്കണമെങ്കിൽ സ്വയം ത്യജിച്ചാലേ ഒക്കത്തുള്ളൂ. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ, രാഗമോഹം എല്ലാം ക്രൂശിച്ചാലേ ഒക്കത്തുള്ളൂ അല്ലേ. എനിക്ക് ഇന്നവനാകണമെന്നുള്ള ആഗ്രഹം പോയാലേ ഒക്കത്തുള്ളൂ. എനിക്ക് അധികാരം വേണം, എനിക്ക് സ്ഥാനം വേണം, എനിക്ക് മാനം വേണമോ, എനിക്ക് 10 പുത്തൻ വേണമോ, എനിക്ക് വലിയ സഭ വേണം, എല്ലാം പോയാലേ ഒക്കത്തുള്ളൂ അല്ലേ. നല്ല മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്ന ഫോട്ടോ എല്ലാം കത്തിച്ച് കളഞ്ഞാലേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഗ്ലോറി അല്ലേ. TV പ്രീച്ചർ ആയിരിക്കും, പക്ഷെങ്കിൽ നീ അത് കണ്ട് രസിക്കുകയാണെങ്കിൽ ആ TV പ്രോഗ്രാം നിർത്തിക്കോണം. കാരണം നിന്റെ നിത്യത പോക്ക. റേറ്റിംഗ് ആണ് നിന്റെ നോട്ടമെങ്കിൽ അവരുടെ റേറ്റിംഗിനേക്കാൾ എൻ്റെ റേറ്റിംഗ് ബെറ്റർ യു സ്റ്റോപ്പ് ദാറ്റ്, അതർവൈസ് യു ആർ ഗോയിങ് ടു ലൂസ് യുവർ ഇറ്റേണിറ്റി. ദൈവത്തിൻ്റെ ഹൃദയം അറിയാവുന്ന ലൂസിഫറാണ് അല്ലേ. നമുക്കറിയാം, മടങ്ങി വരുവാൻ കഴിയാത്ത രീതിയിൽ അവൻ വീണുപോയി അല്ലേ. എന്താണ് കാരണം? പ്രൈഡ്. എൻ്റെ ഹൃദയത്തെ പൊക്കുന്നതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ നിഗളമെന്നുള്ള പൈശാചിക സ്വഭാവം ഉളവാകുവാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടുകളവാനായിട്ട് ദൈവനാമത്തിൽ ഞാൻ ഉപദേശിക്കുക. അല്ലെങ്കിൽ നിന്റെ നിത്യത പോക്ക. യു ആർ നോട്ട് ഗോയിങ് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഇതിനകത്ത് പെട്ടുപോയെങ്കിൽ ഏകാന്തതയിൽ ചെന്നിട്ട് കർത്താവിൻ്റെ ഉപദേശം, കർത്താവിൻ്റെ ജീവിതം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്തെന്ന് പ്രാർത്ഥനയോട് ദൈവാത്മാവിൻ്റെ സഹായത്തോട് പോയി പഠിച്ചാട്ട്. ബുദ്ധിയുപദേശമാണ്. അല്ലെങ്കിൽ നീ മാത്രമല്ല, നീ നയിക്കുന്ന കോൺഗ്രിഗേഷൻ മുഴുവനും അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് അവസാനം നിത്യ നരകത്തിലേക്ക് ഉള്ള ഒരു യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ശാപം, നിത്യത നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇവിടെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ജഡം മരിച്ചാലേ ഒക്കത്തുള്ളൂ. ജഡത്തിൻ്റെ വികാര വിചാരങ്ങൾ ചത്തേലേ ഒക്കത്തുള്ളൂ.
ജഡസ്വഭാവത്തിൽ നിന്ന് ആത്മസ്വഭാവത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാലേ ഒക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള റിസറക്ഷൻ പവർ, റിസറക്ഷൻ ലൈഫിൽ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ തുടങ്ങും. ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനായിട്ട് തുടങ്ങും. അല്ലേ? അപ്പോൾ ജഡസ്വഭാവമുള്ളവർക്ക് ഇത് സാധ്യമല്ല. ജഡസ്വഭാവമുള്ള എല്ലാവരും ജഡത്തിൻ്റേത് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും. നമ്മോട് ചോദിക്കാം, നമ്മളിവിടെ ഇരിക്കുമ്പോൾ എല്ലാം വി ആർ ലുക്ക് ലൈക്ക് സിമ്പിൾ പീപ്പിൾ. എന്നാൽ നമുക്ക് വലിയ കാര്യമൊന്നും വേണ്ട ഹൃദയം പൊങ്ങാനായിട്ട്. നമ്മൾ ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു ചിന്ത വന്നാൽ മതി. ദൈവഹിതത്തിന് വിരുദ്ധമാണ്. ഓർത്തുകൊള്ളണം, ആത്മാവിൻ്റെ ചിന്ത അല്ലെങ്കിൽ ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. ജഡത്തിനുള്ളത് ചിന്തിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അത് മരണത്തിൻ്റെ പാതയാണ്, വേ ഓഫ് ഡെത്ത്. എന്നാൽ ആത്മാവിൻ്റെ ചിന്തയാണ് ജീവനും സമാധാനം. അപ്പോൾ കർത്താവിൻ്റെ ജീവൻ നമ്മൾ സമൃദ്ധിയായി ലഭിക്കണമെങ്കിൽ ചിന്താമണ്ഡലം വളരെ ക്ലീൻ ആയിരിക്കണം. ആ ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ, മൈൻഡിൽ ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നാം അതിനെക്കുറിച്ച് അല്പമായിട്ട് ധ്യാനിച്ചു. ദൈവത്തിൻ്റെ ധനം, ദൈവത്തിൻ്റെ ജ്ഞാനം, അറിവ്. ലോകത്തിൻ്റെ ധനത്തെ പറ്റിയല്ല പറയുന്നത്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയോ, അവൻ്റെ വഴികൾ എത്ര ഗോചരമാണ്. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവന് ആര്? ആ മനസ്സറിയണമെങ്കിൽ ലോകത്തിന് അനുരൂപമാകുവാനായിട്ട് സാധ്യമല്ല. ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടല്ലോ. ദർ ഈസ് എ റിന്യൂവൽ, ദർ ഈസ് എ ട്രാൻസ്ഫോർമേഷൻ. അല്ലേ? അത് ഒരു പ്രോസസ്സാണ്. ആത്മാവിനെ അനുസരിച്ച് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ നടക്കുന്ന ഒരുവനിൽ ഉണ്ടാകുന്നതായിട്ടുള്ള രൂപാന്തരമാണ് മനസ്സിൻ്റെ രൂപാന്തരം. അല്ലേ? അപ്പോൾ പ്രാകൃതമായിട്ടുള്ള മനസ്സിൽ നിന്ന്, നികൃഷ്ട ബുദ്ധിയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് മൈൻഡ് ലേക്ക് വരുന്നതായിട്ടുള്ള ഒരു ആത്മീക യാത്ര. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നാം ചിന്തിക്കുന്നതെല്ലാം നമ്മെ പറ്റിയായിരിക്കും. എനിക്ക് 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 അതാണ് എപ്പോഴും ചിന്തയെ ഭരിക്കുന്നെങ്കിൽ, അല്ലേ? ഞാൻ, എൻ്റെ മിനിസ്ട്രി, എൻ്റേത്. അപ്പോൾ അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ പ്രതാപത്തിനും വേണ്ടിയുള്ള ചിന്തയാണ് നിന്റെ ചിന്താമണ്ഡലങ്ങളെ ഭരിക്കുന്നത് എങ്കിൽ പോക്കാം. അത് ക്രിസ്തുവിൻ്റെ മനസ്സ് അല്ല. നികൃഷ്ടമായിട്ടുള്ള പഴയ സർപ്പമുണ്ടല്ലോ, ആ സർപ്പത്തിൻ്റെ മനസ്സാണ്. അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അപൂർണഹിതം അറിയുവാൻ, പെർഫെക്റ്റ് വിൽ അറിയുവാനായിട്ട് ക്രിസ്തുവിൻ്റെ മനസ്സ്. നമ്മൾ 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിൽ നാമോ ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവർ തന്നെ. അത് ഈ ജീവിത യാത്രയിലാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന യാത്രയിലാണ് ഈ നികൃഷ്ടമായിട്ടുള്ള മനസ്സിനുള്ള രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് ചിന്ത ദൈവഹിതപ്രകാരം ആയിത്തീരും. അത് ലോകത്തിന് മനസ്സിലാകത്തുമില്ല. ഇപ്പൊ നോഹയെ ലോകം മനസ്സിലാക്കുവാൻ ഇംപോസിബിൾ, അല്ലേ? നോഹയ്ക്ക് ദൈവം ഒരു പ്ലാൻ, സ്വർഗീയമായിട്ടുള്ള പദ്ധതി കൊടുത്തു. ആ പോയിന്റ് മുതൽ അവൻ ചിന്തിക്കുന്നത് മുഴുവൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്തോത്രം. അത് ലോകത്തിന് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. മോശയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് സാധാരണക്കാരൻ നോക്കുകയാണെങ്കിൽ ഈ കൊട്ടാരത്തിൽ പിറന്നു വീണവൻ, അല്ലെങ്കിൽ കൊട്ടാരത്തിൽ വസിക്കുന്ന ഫറവോന്റെ പുത്രിയുടെ മകൻ, അന്നെല്ലാം പാപം ഫ്രീ ആയിട്ട് ചെയ്യാം. കാരണം ഈസ് എ പ്രിൻസ്. ആരും ഒരു ചോദ്യവുമില്ല. ഇറ്റ്സ് ഓൾ ദേർ. അല്ലേ?
അപ്പോൾ ലോകം നോക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാകത്തില്ല. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ളത് നിരസിച്ചു. വാട്ട് എ ടൈറ്റിൽ, റോയൽ പ്രിൻസ്. അത് നിരസിക്കുകയാണ്. ലോകത്തിനത് മനസ്സിലാകത്തില്ല അല്ലേ? മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാള് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം മനസ്സിലാകത്തില്ല ലോകത്തിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ കർത്താവിന്റെ മനസ്സിലേക്ക് വരുന്ന ഒരുവന് മാത്രമേ ക്രിസ്തുവിന്റെ ധനം എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ് അല്ലേ? അത് പ്രൗഢിയല്ല, അത് മാനമല്ല, അത് സ്ഥാനമല്ല, അത് ബിഗല്ല. പ്രൈസ് ദി ലോർഡ്. അത് പാളയത്തിന് പുറത്ത് വളരെ ദൂരത്ത് അടിക്കുന്നതായിട്ടുള്ള ഒരു ചെറിയ കൂടാരമാണ്. അവിടെ അധികം പേരൊന്നും കൂടത്തില്ല. അവിടുന്ന് മെഗാ ചർച്ച ഉണ്ടാക്കാൻ ഒക്കത്തില്ല. അവിടെ വാസ്തവമായിട്ട് യഹോവയെ അന്വേഷിക്കുന്നവന് മാത്രമേ ആ കൂടാരത്തിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. Glory to God. Hallelujah. അല്ലേ? പാളയത്തിന്റെ പാപത്തിന്റെ അവസ്ഥ, വിഗ്രഹാരാധനയുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി മനസ്സ് നീറുന്നതായിട്ടുള്ള ഒരു ദൈവത്തിന്റെ ദാസന്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് എന്താണ്, ആ വേദന എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസന്, അല്ലേ? ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഹിതം ഈ പാളയത്തിനകത്ത് നടപ്പാകണം. കാളക്കുട്ടിയെ ഉണ്ടാക്കിയ പാളയം ശുദ്ധീകരിക്കപ്പെടണം. അത് കാളക്കുട്ടിയെ ഉണ്ടാക്കുവാനുള്ള പാളയമല്ല, പിന്നെയോ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം വിശുദ്ധിയുടെ ഒരു ആലയം, ദൈവ സാന്നിധ്യം വിളങ്ങുന്നതായിട്ടുള്ള ആലയം പണിയേണ്ടതായിട്ടുള്ള പാളയമാണ്. അല്ലേ? അവനതറിയാം. അത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ മാത്രമേ ആ ദൈവികമായിട്ടുള്ള പദ്ധതി മനസ്സിലാക്കുകയുള്ളൂ. അവന് മാത്രമേ പർവ്വതത്തിൽ കയറി ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവന് മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന പണിയുടെ മർമ്മം അവന് മാത്രം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. Glory to God. Hallelujah. അല്ലേ? അധികം പേർക്ക് പോകാൻ ഒരു നല്ല പങ്കും അവിടെ എത്തിച്ചേരുവാനായിട്ട് സാധ്യമല്ല. അതൊരു ശേഷിപ്പാണ്. That's a remnant. അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരേ ഒരു ആഗ്രഹം, അവരുടെ ചിന്ത മണ്ഡലങ്ങളിൽ നിരന്തരം അല്ലേ വ്യാപരിക്കുന്നത്, എങ്ങനെ എന്റെ കർത്താവിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിൽ എനിക്ക് എത്തിച്ചേരുവാൻ, ആ ഹിതത്തിന് അനുസാരണമായിട്ടുള്ള ഒരു പണി നടപ്പാക്കുവാനായിട്ട് കഴിയും. അവിടെ സ്വന്തം ബുദ്ധിയിൽ ആലോചിക്കുന്നവരല്ല, ജഡത്തിൻ്റെതായിട്ടുള്ള ചിന്തകളല്ല അവരെ നിയന്ത്രിക്കുന്നത്. ജഡത്തിന്റെ സ്വഭാവം അനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്നവരല്ല, പിന്നെയോ ദൈവത്തെ കാംക്ഷിച്ചുകൊണ്ട് പരമോന്നതമായിട്ടുള്ള ദൈവഹിതമ വാഞ്ചിച്ചുകൊണ്ട് അതറിയണമാ അത് വള്ളിപുള്ളി തെറ്റാതെ അതിനനുസാരണമായിട്ടൊരു പണി നടക്കണമ് എന്നുള്ള ചിന്തയോടും ദാഹത്തോടും ആഗ്രഹത്തോടും ജീവിക്കുന്ന ഒരു കൂട്ടമാണ്. Glory to God. അല്ലേ? മോശ, what an example. കൂട്ടുകാരനായ യോശുവ, അത് കൂടാരം വിട്ടു പിരിയാതെ, അല്ലേ? അവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കുമ്പോൾ യോശുവ അവിടെ ഇല്ല. ദൈവ പർവ്വതത്തിന്റെ അടിവാരത്തിൽ എവിടെയോ ഉണ്ട്, അല്ലേ? അവൻ അതുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. ദാനിയേല് ബാബേലിൽ ചെല്ലുമ്പോൾ ദാനിയേലിനെ കുറിച്ച് ദൈവിക ഉദ്ദേശമുണ്ട്. ബാബേൽ പ്രവാസമാണെന്ന് ഓർത്തുകൊള്ളണം. ചെറുപ്പക്കാരൻ കൊട്ടാരത്തിലാണ് ആ ബാലകന്മാരെ ആക്കുന്നത്. എന്നാൽ ദാനിയേൽ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അല്ലേ? രാജാവിന്റെ ഭോജനം കൊണ്ടും ആ വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല. അല്ലേ? ലോകത്തിന് മനസ്സിലാകത്തില്ല. My Lord, you are in the palace. ഇതെല്ലാം ദൈവം നിനക്ക് വേണ്ടി തന്നതല്ലേ? ഇതെല്ലാം അനുഭവിക്കുവാനുള്ളതല്ലേ? ലോകം ചോദിക്കും. അല്ലേ? ഇന്നത്തെ ഒരു കൂട്ടം ലേബൽ ക്രിസ്ത്യാനികൾ ചോദിക്കും. എന്നാൽ ദാനിയേലിന് അറിയാം, ദാനിയേലിന് ഒരു സ്വർഗീയമായിട്ടുള്ള വിളിയുണ്ട്. അല്ലേ? ഈ ലോകത്തിൻ്റെതായിട്ടുള്ള
പ്രൗഢിയും ലോകത്തിന്റെ ഔന്നത്യവും ലോകത്തിന്റെ സമ്പത്തും ലോകത്തിന്റെ മാനവും കൊണ്ട് അശുദ്ധമാക്കുവാനുള്ളവനല്ല ഒരു ദൈവത്തിന്റെ പൈതൽ. അവൻ അത് അറിയാം അല്ലേ? ഒരു നീണ്ട വർഷക്കാലം അവൻ ആ ബാബേലില് അല്ലേ പല പല നിലകൾ, ഉന്നതമായിട്ടുള്ള നിലകളിൽ അവൻ വർത്തിച്ചു. എങ്കിലും ദൈവം കൊടുത്തതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള അടിസ്ഥാനം ഇട തെറ്റാതെ ആ സത്യത്തിന് വേണ്ടി അവൻ നിന്നു. അവൻ അറിയാം ഒരു പണി മുൻപിൽ നടക്കുവാനുണ്ട്. ജനം ബാബേൽ പ്രവാസത്തിൽ കിടക്കേണ്ടവരല്ല, ബാബേലിന്റെ സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടവരല്ല. ക്രിസ്തുവിന്റെ നിന്ന, ക്രിസ്തുവിന്റെ ധനമ്, അതിലൂടെ മാത്രമേ നിത്യമായിട്ടുള്ളതൊന്ന്, ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയായിട്ടുള്ളതൊന്ന് അവകാശമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? അത് സിംഹക്കുഴിയായാലും അവനവന്റെ ദർശനത്തിന്റെ വാതിൽ അടയ്ക്കത്തില്ല അല്ലേ? അക്കിളി വാതില്, യെരുശലേമിലേക്കുള്ള ആ വാതില് അവന്റെ സ്വർഗീയമായിട്ടുള്ള ദർശനമാണ്. അവന്റെ പ്രാർത്ഥന വെറുതെയുള്ള പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയുടെ ശക്തി ബാബേലിനെ ഇളക്കുന്നതാണ്. Glory to God, hallelujah. കാരണം നാമാവിശേഷമായി കിടക്കുന്നതായിട്ടുള്ള യെരുശലേം ദൈവത്തിന്റെ നഗരമാണ്, ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ള ഒരു പട്ടണമായിരുന്നു. എന്നാൽ നമുക്കറിയാം, ദാനിയേല് അക്കിളിവാതിൽ കൂടെ നോക്കുമ്പോൾ തകർന്ന നാമാവിശേഷമായിട്ടുള്ള യെരുശലേം ആലയം അവിടെ ഇല്ല. ആലയത്തിലെ ഉപകരണങ്ങൾ, ദൈവത്തിന്റെ ദൈവിക ഉപകരണങ്ങള് ബാബേലിലെ ഒരു ക്ഷേത്രത്തിൽ ഇരിക്കുകയാണ്. നമുക്കറിയാം, ഒരു രാജാവ് അതിലൊരു പാത്രത്തിൽ നിന്നാണ് വീഞ്ഞു കുടിക്കുന്നത്. തെക്കേൽ ഉപാർസി, നമുക്ക് ആ ഭാഗങ്ങൾ അറിയാം. കൈയെഴുത്ത് അല്ലേ? ദൈവത്തിന്റെ നിയോഗപ്രകാരം, പ്രമാണപ്രകാരം ഉണ്ടാക്കിയതായിട്ടുള്ള ആലയത്തിന്റെ ഉപകരണങ്ങള്, സ്വർഗീയമായിട്ടുള്ള ഉപകരണങ്ങള് ബാബേൽ രാജാവ് പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ! ഈ കാലയളവിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ദൈവത്തിന്റെ പാത്രങ്ങളായിരിക്കുന്ന ജീവിതങ്ങളെ ഈ ലോകം അപഹരിച്ചു കൊണ്ടുപോവുകയാണ് അല്ലേ? അവർ ലോകത്തിൻ്റെതായിട്ടുള്ള ക്ഷേത്രങ്ങളില് അവരെ ആക്കിയിരിക്കുകയാണ്. ലോകത്തിന്റെ ദൈവം അല്ലല്ലേ അവരെ അനുഭവിക്കുകയാണ്. എന്നോ ഒരു മടങ്ങി വരവിന് വേണ്ടി ദാനിയേലിനെ പോലുള്ള ചില ജീവിതങ്ങളിൽ ആളുകളിൽ മുട്ടിന്മേൽ ദർശനത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കുറ്റം പറഞ്ഞിരുന്നാൽ ഒക്കത്തില്ല. എയ്മൻ TV നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.